മജ്ലിസ് പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി താരീഖ് 4ാം പാഠത്തിലെ MCQ ടൈപ്പിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ. പൂർണ്ണമായും ഇസ്ലാമിക പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘട്ടനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം, 1ാം സ്വാതന്ത്ര്യ സമരം, ദാനാഭവൻ സംഭവം, മുജാഹിദീൻ പ്രസ്ഥാനം. ഉത്തരം സി, ദാനാഭവൻ സംഭവം. 2. മുജാഹിദീൻ പ്രസ്ഥാനം എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തതാര്? ഷാ അബ്ദുൽ അസീസ്, സയ്യിദ് ഷാ ഇസ്മായിൽ, ഷാ വലിയുള്ള ദഹ്ലവി, സയ്യിദ് അഹമ്മദ് ഇർഫാൻ. ഉത്തരം എ, ഷാ അബ്ദുൽ അസീസ്. മുജാഹിദീൻ പ്രസ്ഥാന സ്ഥാപകൻ ഷാ അബ്ദുൽ അസീസ്. 3. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഷാനവാസ് ഖാൻ, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, സുഭാഷ് ചന്ദ്രബോസ്, അബ്ദുൽ ഖാദർ ആസാദ്. ഉത്തരം ബി, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ഖാൻ അബ്ദുൽ ഗഫാർ ഖാനെയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. 4. 1761 3ാം പാനിപ്പത്ത് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഷാ അബ്ദുൽ അസീസ്, ഷാ വലിയുല്ലാഹി ദഹ്ലവി, ഔറംഗസീബ്, ഷാ അബ്ദാലി. ഉത്തരം ഡി, ഷാ അബ്ദാലി. ഷാ അബ്ദാലിയാണ് പാനിപ്പത്ത് യുദ്ധത്തിന് നേതൃത്വം കൊടുത്തത്. 5. ഷാ അബ്ദുൽ അസീസിൻ്റെ പ്രസ്ഥാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? മുജാഹിദീൻ പ്രസ്ഥാനം, അലിഗഡ് പ്രസ്ഥാനം, തബ്ലീഗ് ജമാഅത്ത്, ജംഇയ്യത്തുൽ ഉലമ. ഉത്തരം എ, മുജാഹിദീൻ പ്രസ്ഥാനം. മുജാഹിദീൻ പ്രസ്ഥാനം എന്നാണ് ഷാ അബ്ദുൽ അസീസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര്. 6. ഷഹീദ് സയ്യിദ് അഹമ്മദിൻ്റെ ശിഷ്യനായിരുന്ന ഗോളിയോർ മന്ത്രി ആരാണ്? രാജ ഹിന്ദുറാവു, ബഹദൂർ ഷാ സഫർ, ഷാ ഇസ്മായിൽ, ഷാ അബ്ദുൽ അസീസ്. ഉത്തരം എ, രാജ ഹിന്ദുറാവു. രാജ ഹിന്ദുറാവു ആണ് മന്ത്രി. 7. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഷാ അബ്ദാലി, ഷാ അബ്ദുൽ അസീസ്, ഷാ വലിയുല്ലാഹി ദഹ്ലവി, ഷഹീദ് അഹമ്മദ്. ഉത്തരം സി, ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഗ്രന്ഥമാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. 8. പൂർണ്ണമായും മുജാഹിദീൻ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘട്ടനം അറിയപ്പെടുന്നത് പാനിപ്പത്ത് യുദ്ധം, പ്ലാസി യുദ്ധം, കുളച്ചൽ യുദ്ധം, ദാനാഭവൻ സംഭവം. ഉത്തരം ഡി, ദാനാഭവൻ സംഭവം. 9. ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക, അല്ലെങ്കിൽ എന്നെ കബറടക്കാൻ ഒരു സ്വതന്ത്ര രാജ്യത്ത് 6 അടി മണ്ണ്. ഇത് പറഞ്ഞത് ആര്? മൗലാന മുഹമ്മദ് അലി, അബുൽ കലാം ആസാദ്, അബുൽ ഹസൻ അലി നദ്വി, മൗലാന ഹബീബുർ റഹ്മാൻ. ഉത്തരം എ, മൗലാന മുഹമ്മദ് അലിയുടെ വാക്കുകളാണിത്. 10. സാമൂതിരി രാജാവ് പോർച്ചുഗീസ് നാവിക ശക്തിക്കെതിരെ പോരാട്ടം നടത്തിയത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? കുഞ്ഞാലി മരക്കാർമാർ, അറക്കൽ രാജവംശം, രജപുത്രന്മാർ, മറാത്തികൾ. ഉത്തരം എ, കുഞ്ഞാലി മരക്കാന്മാരുടെ. 11. മൗലാന മുഹമ്മദ് അലിയെ കബറടക്കിയത് എവിടെയായിരുന്നു? മ്യാൻമർ, ഗോളിയോർ, ഫലസ്തീൻ, ഡൽഹി. ഉത്തരം സി, ഫലസ്തീൻ. ഫലസ്തീനിലാണ് മൗലാന മുഹമ്മദ് അലിയെ
ഖബറടക്കിയത്. 12. ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിക്ക് ശേഷം ഇന്ത്യയിൽ രംഗത്തു വന്ന ഇസ്ലാമിക പരിഷ്കർത്താവാണ് സയ്യിദ് ഖുതുബ്, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, ഇമാം ഷാഫിഈ, ഉമർ ഖാളി. ഉത്തരം ബി. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദിക്ക് ശേഷം വന്ന ഇസ്ലാമിക പരിഷ്കർത്താവ്. 13. ഷാ അബ്ദാലി ഏത് സ്ഥലത്തെ ഭരണാധികാരിയായിരുന്നു? ഇറാൻ, ഈജിപ്ത്, അഫ്ഗാൻ, തുർക്കി. ഉത്തരം സി. അഫ്ഗാൻ. അഫ്ഗാനിലെ ഭരണാധികാരിയായിരുന്നു ഷാ അബ്ദാലി. ഉത്തരം അഫ്ഗാൻ. 14. ഷാ അബ്ദാലി ആർക്ക് എതിരിലായിരുന്നു യുദ്ധം നയിച്ചത്? മറാത്ത സൈന്യം, യമനികൾ, ഇറാനികൾ, മുഗൾ രാജാക്കന്മാർ. ഉത്തരം എ. മറാത്ത സൈന്യത്തിനെതിരിലായിരുന്നു ഷാ അബ്ദാലി യുദ്ധം നയിച്ചത്. 15. ഷഹീദ് അഹമ്മദിൻ്റെ ശരിയായ പേര്? സയ്യിദ് ഷാ അഹമ്മദ്, സയ്യിദ് ഷാ ഇസ്മായിൽ, സയ്യിദ് ഷാ ഇസ്ഹാഖ്, സയ്യിദ് അഹമ്മദ് ഇർഫാൻ. ഉത്തരം ഡി. സയ്യിദ് അഹമ്മദ് ഇർഫാൻ എന്നാണ് ഷഹീദ് അഹമ്മദിൻ്റെ ശരിയായ പേര്. 16. എവിടെ വെച്ചാണ് സയ്യിദ് അഹമ്മദ് ഇർഫാൻ രക്തസാക്ഷിയായത്? ദയൂബന്ദ്, ബാലാകോട്ട്, ലാഹോർ, ഡൽഹി. ഉത്തരം ബി. ബാലാകോട്ട്. ബാലാകോട്ട് വെച്ചാണ് സയ്യിദ് അഹമ്മദ് ഇർഫാൻ രക്തസാക്ഷിയായത്. 17. സയ്യിദ് അഹമ്മദ് ഇർഫാനിൻ്റെ മരണശേഷം മുജാഹിദീൻ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ഷാ അബ്ദാലി, മൗലാന യഹ്യ അലി, സയ്യിദ് ഷാ ഇസ്മായിൽ, മൗലാന നസീറുദ്ദീൻ. ഉത്തരം ഡി. മൗലാന നസീറുദ്ദീനാണ് അഹമ്മദ് ഇർഫാനിന് ശേഷം നേതാവായി വന്നത്. 18. ദാനാഭവൻ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്. ഉത്തരം എ. ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് ദാനാഭവൻ ഉള്ളത്. 19. മുജാഹിദീൻ പണ്ഡിതന്മാർ ബദർ യുദ്ധ വിജയത്തെ ഓർമ്മിപ്പിച്ച് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയത് ഏത് സംഭവത്തിലാണ്? ദാനാഭവൻ സംഭവം, ഉപ്പ് സത്യാഗ്രഹം, ഒന്നാം സ്വതന്ത്ര സമരം, ഖിലാഫത്ത് പ്രസ്ഥാനം. ഉത്തരം ദാനാഭവൻ സംഭവം. 20. ബ്രിട്ടീഷുകാർ ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് എവിടേക്കാണ്? ഫലസ്തീൻ, ഇറാൻ, പാകിസ്ഥാൻ, മ്യാൻമർ. ഉത്തരം ഡി. മ്യാൻമർ. മ്യാൻമറിലെ റങ്കൂണിലേക്കാണ് ബ്രിട്ടീഷുകാർ ബഹദൂർ ഷായെ നാടുകടത്തിയത്. 21. ഷെയ്ഖ് മഹ്മൂദ് ഹസൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നു? ദയൂബന്ദിലെ ദാറുൽ ഉലൂം, മുസഫർ നഗർ, അഫ്ഗാൻ, ബംഗാൾ. ഉത്തരം എ. ദയൂബന്ദിലെ ദാറുൽ ഉലൂമിലായിരുന്നു ഷെയ്ഖ് മഹ്മൂദ് ഹസൻ്റെ പ്രവർത്തന കേന്ദ്രം. 22. ലോകമഹായുദ്ധവേളയിൽ ബ്രിട്ടനെതിരെ തൂവാലയിൽ സന്ദേശങ്ങൾ എഴുതി നേതാക്കൾക്കിടയിൽ ആശയവിനിമയം നടത്തിയ സാഹസിക പ്രവർത്തനത്തിൻ്റെ സൂത്രധാരൻ ആരാണ്? മൗലവി അഹമ്മദ് ചവ്വാലി, കോഹിസ്ഥാനി മുല്ല, മൗലാന ഉബൈദുള്ള സിന്ദി, ഇബ്രാഹിം ഷെയ്ഖ്. ഉത്തരം മൗലാന ഉബൈദുള്ള സിന്ദിയാണ് ഇതിൻ്റെ സൂത്രകാരൻ.
23. തുർക്കിയിലെ ഉസ്മാനിയ ഖിലാഫത്ത് ബ്രിട്ടീഷുകാർ അവസാനിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം, മുജാഹിദീൻ പ്രസ്ഥാനം, തഹ്രീക്കെ ജമാഅത്ത്, അഹ്റാർ പാർട്ടി. ഉത്തരം എ. ഖിലാഫത്ത് പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ രൂപം കൊണ്ടത്. ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. 24. 1931 വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത് ആര്? മൗലാന മുഹമ്മദ് അലി, മൗലാന ലിയാഖത്ത് അലി, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, KM മൗലവി. ഉത്തരം എ. മൗലാന മുഹമ്മദ് അലിയാണ് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 25. 1943 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച സ്വതന്ത്ര ഇന്ത്യൻ സേനയിലെ മലയാളി ആരാണ്? അബ്ദുൽ റഷീദ്, വക്കം അബ്ദുൽ ഖാദർ, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അബ്ദുറഹ്മാൻ സാഹിബ്. ഉത്തരം ബി. വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദറാണ് ഇന്ത്യൻ സേനയിലെ മലയാളി. 26. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ്റെ പാർട്ടി ഏതാണ്? അഹ്റാർ പാർട്ടി, ഹുദായെ ഖിദ്മത്ത് ഖാൻ, ഖദർ പാർട്ടി, ഉലമായെ ഹിന്ദ്. ഉത്തരം ബി. ഹുദായെ ഖിദ്മത്ത് ഖാൻ. ഹുദായെ ഖിദ്മത്ത് ഖാറാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ്റെ പാർട്ടി.